ഇൻഡിഗോ എയർലൈൻസ് സമരത്തിൽ ആശങ്കയോടെ പ്രവാസികൾ. സമരം തുടർന്നാൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്കുള്ള അവധിക്കാല യാത്ര തടസ്സപ്പെടുമോ എന്ന ആശങ്കയിലാണ് പലരുമുള്ളത്. അതേസമയം നിലവിൽ അന്താരാഷ്ട്ര സർവീസുകളെ സമരം ബാധിച്ചിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും വിവിധ ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ തന്നെയാണ് ഗൾഫ് മേഖലയിലേക്ക് ഏറ്റവും അധികം സർവീസുകൾ നടത്തുന്നത്. GCCയിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇൻഡിഗോ സർവീസ് ഉണ്ട്. UAE സംബന്ധിച്ചിടത്തോളം പ്രതിദിനം 40ഓളം സർവീസുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി അബുദാബി, ദുബായ്, ഫുജൈറ തുടങ്ങിയിട്ടുള്ള വിമാനത്താവളങ്ങളിലേക്കൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെയും സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇൻഡിഗോയുടെ സമരം പ്രവാസികൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ശനിയാഴ്ച മുതൽ പലയിടത്തും വിന്റർ അവധി, സ്കൂളുകളിലെ വിന്റർ അവധി ആരംഭിക്കുകയാണ്, ക്രിസ്മസ് അവധി ആരംഭിക്കുകയാണ്. അപ്പോൾ നിരവധി പ്രവാസികൾ കേരളത്തിലേക്കുള്ള യാത്ര തയ്യാറെടുത്ത് പ്ലാൻ ചെയ്തൊക്കെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇൻഡിഗോയുടെ സമരം വരുന്നത്. അത് എല്ലാവരെയും ആശങ്കയിലാക്കുന്നുണ്ട്. വിമാന നിരക്ക് കുത്തനെ കൂടുന്നൊരു സാഹചര്യം കൂടിയാണിത്. കാരണം ക്രിസ്മസ് അവധി വരുന്നുണ്ട്, പുതുവർഷ അവധി വരുന്നുണ്ട്. ആ സമയത്ത് ഇത്തരത്തിൽ ഇൻഡിഗോ സമരം കൂടി ആയിക്കഴിഞ്ഞാൽ അത് പ്രവാസികൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്രയും നിരക്ക് വർധന ഉണ്ടാകുമെന്നുള്ളതാണ് ആശങ്ക. മറ്റൊന്ന്, കണക്ഷൻ ഫ്ലൈറ്റുകളെ ഇത് ബാധിക്കുന്നു. പ്രവാസികൾ പലരും ബംഗളൂരുവിലോ മുംബൈയിലോ ഒക്കെ പോയിട്ട് ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കണ്ട് കേരളത്തിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ അവിടെ ആഭ്യന്തര സമരം നടക്കുന്നത് കൊണ്ട് തന്നെ അതും കാര്യമായി പ്രവാസികളെ ബാധിക്കുന്നു. ഏതായാലും കാര്യമായി ഇപ്പോൾ ഈ സമരം ബാധിച്ചിട്ടില്ല എന്ന് ട്രാവൽ ഏജന്റുമാരൊക്കെ അറിയിക്കുന്നുണ്ട്. 1-2 വിമാനങ്ങൾ റദ്ദാക്കി, ചിലത് വൈകി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മാസം 15 വരെ കാര്യമായി സമരം ബാധിക്കില്ല എന്നൊക്കെ ഇവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് പ്രതീക്ഷ നൽകുന്നതല്ല. സമരം നീണ്ടുപോയാൽ തീർച്ചയായും വിമാനയാത്രാ നിരക്ക് കുത്തനെ കൂടും. അത് കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യും.